നാശം, എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പോത്തോല് കിടന്നുറങ്ങ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇലക്കിട, ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, മാറ്റി ഇടണം, പ്രോജക്റ്റ് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ട്? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം നൈറ്റി ഉടുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉടുത്ത. അതങ്ങ് താ മനുഷ്യ. പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എന്തേ? അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണമല്ല ആശാന്റെ മൂക്കി ഗതിയായത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്ന് അടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ. ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ. വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചോണ്ട് വരട്ടെ. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്തേ. ഇവിടെ പിടിച്ചു. ഓടിക്കോ. ആശാനെ, എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുക്ക. ഇത് കണ്ട ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. ഒരറ്റത്തൊന്നും തുടങ്ങാം. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എന്നാ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെല്ലാം വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് വാ. കുറെ നേരം നീ എന്തിനാ വെച്ചിട്ടുള്ളത്? മോഷ്ടിച്ചു വെച്ചിട്ട് പോലീസ് എന്താടോ ഹെൽമെറ്റില്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ അയ്യപ്പോ ശരണം വിളിക്കാൻ. അയ്യപ്പോ 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 സ്വാമി അയ്യപ്പോ അയ്യപ്പോ അയ്യപ്പോ
ഇവരിനി എപ്പോ നടന്ന് മല കയറാനല്ലേ? എന്റെ ചീട്ടുകളി ഭഗവതി ക്ലാവര് റാണി കൺമണി നിന്റെ കണർ കൊണ്ട് കുഴഞ്ഞു മോനെ ആകമത്തോട്ടിലെത്രയാടാ? അത് കണ്ടാലറിയാം. ഈ പല്ല് പോയ സിംഹത്തിനും തൊപ്പി പോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത് എല്ലാരും എല്ലാരും അങ്ങോട്ടാണോ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിയാലോ? അവരെവിടെ പോയടാ? ഓടി ഊപ്പട് വന്നു. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് കോരി കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. അത് താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോടോ മെറ്റല് കോരുന്നേ? മന്ദബുദ്ധി. തുറക്കണോ? യെസ് കമിൻ. ഹായ് ശോഭ. ഹായ്. യെസ്, പറയൂ. രാകേഷ് ഷൈറ്റ്. അതായത് തുണിക്കടവ് പാലത്തിന് അടുത്തുള്ള ഏക്കർ കണക്കിന് തരിശു ഭൂമിയാണ് ആ കാണുന്നത്. ഇതിന്റെ ഒരു ഡീലിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. തുണിക്കടവ് പാലത്തിനടുത്ത് എയർപോർട്ട് വരുന്നൊരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം. കൂടാതെ 2 മിനിസ്റ്റർമാർ കൂടി മന്ത്രിസഭയിൽ അത് പ്രഖ്യാപിക്കുകയും വേണം. അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ഗ്രഡ്ജുള്ള പലരും അല്ലാണ്ട് കൈക്കലാക്കാൻ കടിപിടി ഓടും അല്ലേ? സിമ്പിൾ ഐഡിയ. CI മാഡത്തിന്റെയും കമ്മീഷണറുടെ ഒക്കെ ഹെൽപ്പ് യഥാസമയം കിട്ടിയ സംഗതി ക്ലീൻ. SP സാറിന് സുന്ദരമായൊരു ട്രീറ്റ് കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസുകാരെ പോയെ. ഈ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമല്ലേടാ? എന്ത് കാമുകിയെ വഞ്ചിച്ച കാമുകനെ കണ്ടുപിടിക്കണം, പിന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കണം, പിന്നെ അതൊന്നും പോരാതിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവിടെ പോയി കാവൽ നിൽക്കണം, അതും ഒറ്റയ്ക്ക്. അതെ, നീ എവിടെ നിർത്തിക്കേ? നമ്മുടെ കഞ്ഞൂട് പൊട്ടിക്കാൻ വേണ്ടിയില്ല ഇവര് ഈ തലങ്ങും വലങ്ങും പായണത്. നമുക്ക് മോഷ്ടിക്കാതിരിക്കാൻ പറ്റൂല്ലോ. നീങ്ങ വന്നേ. ഇത് ഏത് വണ്ടിയാണ് കിടക്കുന്നത്? അത് കാറ് കണ്ടറിഞ്ഞൂടായോ? അല്ല, ഈ വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. എടാ, അത് ഇടിച്ചു കിടക്ക, ബോണറ്റൊക്കെ പൊങ്ങി കിടക്കുന്ന കണ്ടില്ലേ? നീങ്ങ വന്നേ. നമസ്കാരം. ഹലോ. ഇതെങ്ങനെ അടിച്ചാ സാറേ ഈ വണ്ടി? ഇടിച്ചതല്ല, ബ്രേക്ക് ഡൗൺ ചെയ്താ. സാറിന് അങ്ങനെ തന്നെ വേണം. ചെമിണ്ടാര. അങ്ങനെയാണെങ്കിൽ വെള്ളാനകളുടെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ചെറിയ സാധനം കിട്ടേ ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ താമരച്ചൊരു ചുരത്തിന് ഇവിടെ പോകൂടെ? സാറ് സ്പാൻഡർ ഒന്നും വേണ്ട, സാറ് കയറിയിരിക്കും, ഞങ്ങൾ തള്ളി തരാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോളൂ. എന്തോടാ ഇത്? ഇത് കേടായ കാറ് കൈ ഇടയ്ക്ക് വെച്ചു അല്ലേ? നീ സാറേ, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ തള്ളുന്ന മാഡത്തിനൊന്ന് പുറത്തേക്ക് ഇറക്കാവോ? ഓക്കെ റിയ പ്ലീസ്. ഇതെങ്ങനെ ശരിക്കും കേടായ? നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്ന വഴിയാ. അതെല്ലേ? ആ, എന്നാ ഒരു കാര്യം തൊഴിച്ചെടുത്തോ കേട്ടോ. എടാ മൈമുണ്ണി, അത് ആൽബം നടിയല്ലേടാ? അതെ, ആൽബം നടി. വണ്ടി കേടായി കിടക്കും. ആൽബം നടി ഒന്നുമല്ല, വന്ന് തള്ളു കൊച്ചേ. പതുക്കെ വന്നാ മതി. ആൽബം നടി, ആൽബം നടി. പതുക്കെ പതുക്കെ തള്ള, മതി. തള്ള. അയ്യോ, വാടാ. പതുക്കെ. നീ എവിടെ? എന്നെ എവിടെയോടാ? ആ, വരും. തള്ള, തള്ള. തള്ളി തള്ളിക്കോ, തള്ളിക്കോ. ആ, തള്ള, തള്ള. കുട്ടി പതുക്കെ തള്ളിയാ മതി, ശരീരം മുഷിയല്ലേ? വണ്ടി സ്റ്റാർട്ടായി. കേറിക്കോ, താങ്ക് യു ഒന്നും വേണ്ടായിരുന്നു, വണ്ടി ഇപ്പഴേ സ്റ്റാർട്ട് ആവണ്ടായിരുന്നു. കേറിക്കോ. വണ്ടി പോട്ടെ. കാണാനൊരു സുമാറില്ലായിരുന്നെങ്കിൽ നടിയല്ലേ? നോക്കി അങ്ങ് നിന്നുപോയി. ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചു വരോടാ. എന്താടാ? പിന്നെ ഇത് നീ കൊണ്ട കൊടുക്കുവോ? എന്റെ പൊന്നളിയാ, പൊന്നാടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്നാ നിന്റെ മൊബൈല്. മണ്ണുണ്ണി